10-15 വർഷം മുമ്പ് സ്മൈൽ കറക്ഷൻ ചെയ്ത ആളുകളുടെ ചിരി കണ്ടാൽ മനസ്സിലാവും. അവർ പലരും കമ്പിയിട്ട് അല്ലെങ്കിൽ ക്ലിപ്പ് ഇട്ടിട്ടാണ് പണ്ട് ചെയ്തിരുന്നത്. അപ്പോൾ ജനറലൈസ് ചെയ്ത് എല്ലാവരുടെയും പല്ലുകൾ എടുത്തിട്ടാണ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിലൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. പല്ലെടുക്കാണ്ടും ചെയ്യാൻ പറ്റും. പല്ലെടുത്ത് ചെയ്യുന്നവർക്ക് പിന്നീട് ആ ഗ്യാപ്പ് കുറച്ച് ഓപ്പൺ ആയി വരും. ചിരിക്കുമ്പോഴൊക്കെ സൈഡിൽ ചിലർക്ക് അവർ ഭയങ്കര കോൺഷ്യസ് ആണ് അവർ അത് കാരണം. അങ്ങനെയുള്ളവർ കണ്ടേക്കുന്നത് പണ്ടത്തേനേക്കാളും പല്ലുകൾ ഫ്രണ്ടിലേക്ക് ഉന്തി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നേരത്തെ ഇല്ലാത്ത ഗ്യാപ്പുകൾ പുതിയതായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കത് പല്ലിന്റെ മോണ, പല്ലിന്റെ ബോൺ സപ്പോർട്ട് ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് ഇനി എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റും. ഗ്യാപ്പ് വരുന്നത് ഒന്നല്ലെങ്കിൽ അവർ അന്ന് റീറ്റെയിനർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇത് കഴിഞ്ഞ് ഒറ്റക്കമ്പി എന്നൊക്കെ പറയും, അത് കൃത്യമായി ഇട്ടിട്ടില്ലെങ്കിൽ വരും. പിന്നെ അന്ന് കൊടുത്തിരുന്ന ഫോഴ്സ്, പല്ലിന്റെ മുകളിൽ ക്ലിപ്പ് ഇടുമ്പോൾ കൊടുത്തിരുന്ന ഫോഴ്സിന്റെ എന്തെങ്കിലും ചേഞ്ചസ് കാരണവും വരാം. നമ്മളത് പ്രോപ്പർ ആയിട്ടുള്ള ഫോളോ അപ്പ് ആണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒത്തിരി വഷളാവുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് റൂട്ട് കനാലും ക്യാപ്പും അതൊക്കെ ആയിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അതില്ലാണ്ട് തന്നെ ചെയ്യണ രീതികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അധികം വേഴ്സ് ആവാണ്ട് ചെയ്യാൻ പറ്റും. കാരണം പല്ല് ഒത്തിരി ഉന്തി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തോട്ടാക്കണമെങ്കിൽ കമ്പി ഇടാനും മാർഗം ഉണ്ടാവില്ല. പക്ഷെ കമ്പി ഇടാനായിട്ട് പല്ലിനും ബോണിനും എല്ലാം സപ്പോർട്ട് വേണം. സപ്പോർട്ട് കുറവാണെങ്കിൽ നമുക്ക് മറ്റു മാർഗ്ഗങ്ങൾ തന്നെ ചെയ്യാൻ പറ്റും.